ഹോട്ടലിലെ മുട്ട ബുൾസയുടെ വിലയാകട്ടെ $2000 ഒരു പെൺകുട്ടി അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ആ ഫുഡിൻ്റെ സ്പെഷ്യാലിറ്റി മനസ്സിലാക്കിയത്. അതിനുശേഷം നമ്മുടെ ഇതിലെ നായകൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോഴാണ് അവന് മനസ്സിലായത് ആ മുട്ടയുടെ മഞ്ഞ മാങ്ങയുടെ നീര് കൊണ്ടും വെള്ളയാകട്ടെ തേങ്ങാപ്പാൽ കൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. അവർ ഓർഡർ ചെയ്ത അടുത്ത വിഭവമാകട്ടെ മറ്റേതിനേക്കാൾ സ്പെഷ്യാലിറ്റി ഉള്ളതായിരുന്നു. അവരുടെ മുന്നിലാകട്ടെ ഒരു ചെടിച്ചട്ടി കൊണ്ടുവച്ചു. ഇത് കണ്ട അവർ അത്ഭുതപ്പെട്ടു നിന്നപ്പോൾ ആ ഹോട്ടലിലെ ആൾ വന്ന് പറഞ്ഞു, ഇതൊരു സ്പെഷ്യൽ സാലഡാണെന്ന്. അതും പറഞ്ഞ് ആ ചെടിച്ചട്ടിയിലോട്ട് വെള്ളമൊഴിക്കുന്നു. ഉടനെ ആ ചെടി വളർന്നു വന്നു. നായകൻ ഇത് കണ്ട് ദേഷ്യം വരികയും ആ സാലഡും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അവിടുത്തെ ഷെഫിനോട് അവൻ ദേഷ്യപ്പെട്ടു. ഉടനെ ആ ഷെഫ് ആകട്ടെ ഒരു മീറ്റ് എടുത്തുകൊണ്ട് നമ്മുടെ നായകന് നേരെ നീട്ടി. എന്നിട്ട് കുക്ക് ചെയ്യാനും പറഞ്ഞു. അങ്ങനെ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് അവൻ നല്ലൊരു ഡിഷ് ഉണ്ടാക്കി. ഇത് കണ്ട ഷെഫ് ആകട്ടെ വേറൊരു മീറ്റ് വെച്ച് അയാളുടേതായ രീതിക്ക് മറ്റൊരു ഡിഷും ഉണ്ടാക്കി. ഇത് കണ്ട് നമ്മുടെ നായകൻ ആ ഷെഫ് കുക്കിംഗ് എക്സ്പേർട്ട് ആണെന്ന് സമ്മതിച്ച് അവിടെ നിന്നും പോയി. അവൻ പോയതിന് ശേഷം ആ ഷെഫ് ആകട്ടെ അവനുണ്ടാക്കിയ ഡിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. അതിന് അവിശ്വസനീയമാംവിധം രുചിയുണ്ടായിരുന്നു. അങ്ങനെ നായകൻ്റെ കുക്കിങ്ങിനെ താൻ കുറച്ച് കാണുകയായിരുന്നുവെന്ന് ആ ഷെഫിന് മനസ്സിലായി.